ഹലോ ഫ്രണ്ട്സ്, ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് ഉപയോഗിച്ച് ഒരു ഗുലാബ് ജാം അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി എമ്മയുമായ ഈ ഗുലാബ് ജാം ഉണ്ടാക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലേ ഞാൻ പുതിയതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂ. ഒരു പാക്കറ്റ് ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഈ പരുവത്തിൽ പൊടിച്ചെടുക്കാം. ഇതിനിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബേസിനിലിട്ട് കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു പാക്കറ്റ് ബ്രെഡ് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ഏതാണ്ട് ഒരു ഗ്ലാസ്സോളം പാല് മതിയാവും. പക്ഷെ ഒരു ഗ്ലാസ് ഒരുമിച്ച് നമ്മൾ ഒഴിക്കരുത്. പകുതി ഒഴിച്ച് അതൊന്ന് നനച്ച് നമ്മൾ പുട്ടിന് പൊടി തിരുമണ പോലെ പതുക്കെ തിരുമ്മി കട്ട കെട്ടാതെ തിരുമ്മി കൂട്ടി എടുക്കണം. നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചാൽ ആ പിടി പോലെ ഇരിക്കണം. അതേ പരുവത്തിലാക്കിയെടുക്കണം. കുറച്ചും കൂടി പാല് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി തിരുമ്മി സോഫ്റ്റാക്കി എടുക്കണം. കാരണം കട്ട കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ മുളച്ചിരിക്കും. നന്നായി തിരുമ്മി കൂട്ടിയെടുക്കാം. പാല് നോക്കി വേണം ഒഴിക്കാനായിട്ട്. കൂടിപ്പോവരുത്. കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബോൾസ് മൊരിയിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ളൊക്കെ പച്ച പോലെ ഇരിക്കുകയും ചെയ്യും, പുറത്ത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ ഉരുട്ടി എടുക്കാം നമുക്ക് ഓരോ ബോൾസും. നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നനയ്ക്കാനായിട്ട്. ബോളാക്കി കഴിഞ്ഞ് ഇതേ പരുവത്തിലിരിക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടിയിട്ട് ഈ ഓരോ പിടിയും മാവ് എടുക്കുമ്പോൾ ഒന്ന് അമർത്തി കൊടുക്കുക. കാരണം മാവ് ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എണ്ണയ്ക്കിട്ട് കഴിയുമ്പോൾ ഇത് വിണ്ടുപോരും. അതേ കൈൻ്റെ ഉള്ളിൽ ഇത്തിരി എണ്ണ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പം എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബോൾസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിക്കണം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ബോൾസ് വീതം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയത്തിലിടുക, ഫ്ലെയിം, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം വശം കരിഞ്ഞു പോകും. ഇത് പതുക്കെ ഒന്ന് ഒരു കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് തട്ടി നമുക്കത് വേവിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ ഇത് മൊരിയണം കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ ഗുലാബ് ജാം, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗുലാബ് ജാമിൻ്റെ കളർ കണ്ടിട്ടില്ല, കളർ വരെ ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗണ്, അതിനേക്കാൾ ഒരു കുറച്ചും കൂടി ആവാം. അതിന് മേലേക്ക് നമുക്ക് കുറേശ്ശെ എണ്ണ തവ വെച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. ശരിക്കും മുങ്ങാൻ പാകത്തിന് എണ്ണ ഇട്ടാലും ഈ ബോൾസ് ഇങ്ങനെ പൊങ്ങിക്കെടുക്കുള്ളൂ. നല്ല മയത്തിൽ ഉരുട്ടിയില്ലെങ്കിൽ അത് ശരിക്കും ഇങ്ങനെ വിണ്ടുവരും. എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ വിണ്ടുവരും. അതുകൊണ്ട് ആദ്യം ഇത്തിരി ഒന്ന് ഉറപ്പിച്ച് പിടിക്കുക. ഈ മാവൊന്ന് ഉറപ്പിച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൈൻ്റെ ഉള്ളിൽ ഇത്തിരി എണ്ണയിട്ട് ഒന്ന് ഉരുട്ടി എടുക്കണം. ലൈറ്റ് ബ്രൗണായി വന്നിട്ടുണ്ട്. നമ്മുടെ ബോൾസ്
ആവശ്യത്തിന് മൊരി ആയിക്കഴിഞ്ഞു. നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് മൊരിയിച്ചെടുക്കാം. തീ ഒരിക്കലും കൂട്ടി കൊടുക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിം. അങ്ങനെ കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടാം. അടുത്തും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. അതിലേക്ക് 2-3 ഏലക്കും കൂടി ചതച്ചിട്ട് കൊടുക്കാം. തിളച്ച് പഞ്ചസാരയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റും കൂടി നമുക്ക് ഇത് തിളപ്പിക്കാം. അപ്പോൾ ഈ പഞ്ചസാര പനിക്ക് നേരിയൊരു കനമൊക്കെ വരും. ഒരു തേൻ്റെ ഒരു പരുവത്തിൽ നമുക്കായി കിട്ടും. ഞാൻ അതിന് ഒരു അല്പം ഒരു നുള്ള് ജിലേബി കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. തേനിൻ്റെ ഷെയ്ഡ് വരാൻ വേണ്ടി ഞാൻ ജിലേബി കളർ ഇട്ടേക്കണം, ഒരു നുള്ള് മാത്രം. പഞ്ചസാര പാനി നമുക്ക് ബോൾസിന് മേലെ ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞു. നല്ല സോഫ്റ്റായ ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. Thanks for watching the video. Bye.